റെക്കോർഡിംഗ് ആയി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ചില വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം നമുക്ക് ഈ വെബിനാർ നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കൃത്യമായിട്ടും ഞാൻ ഓർത്ത് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് തന്നെ എത്തിയതാണ്. അപ്പോഴാണ് നമ്മളുടെ അധ്യാപകനായ ഹരികൃഷ്ണൻ 4-5 സംശയങ്ങൾ എനിക്ക് വാട്സാപ്പ് വഴി അയച്ചു തന്നു. ഇത് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ചോദിച്ചതാണ് എന്നാണ് എന്നെ അറിയിച്ചത്. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ രാഹുകാലം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതെന്താണ്, നമ്മളിപ്പോൾ പഠിച്ച രാഹു കേതുക്കളുമായിട്ട് ഇതിന് എന്ത് ബന്ധമാണ്, നമ്മളുടെ തിയറി വെച്ച് നോക്കുമ്പോൾ ഈ രാഹുകാലം അതുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഒരു വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ നിഗമനം ശരിയാണ്. അത് പുള്ളി മൗലികമായി ചോദിച്ച ഒരു ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ സംശയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരു വീഡിയോ ആണ് ഇത്, വേറെ ഒരു ഭാഷയിലുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യന് ചുറ്റും ഒരു ഭ്രമണപഥവും ഭൂമി അവിടെ കറങ്ങുന്നതായിട്ടും ഭൂമിക്ക് ചുറ്റും ചന്ദ്രന്റെ ഭ്രമണപഥവും കാണിച്ചിട്ടുണ്ട്. ചന്ദ്രൻ ഇങ്ങനെ പതുക്കെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഭൂമിയുടെ ആ ഭ്രമണപഥം നമ്മൾ തൽക്കാലം സൂര്യന്റെ ഭ്രമണപഥമായിട്ട് സങ്കല്പിക്കുക. അതായത് സൂര്യന് പകരം കേന്ദ്രത്തിൽ ഭൂമി ഇരിക്കുന്നുവെന്നും ഇത് സൂര്യനാണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ ഭ്രമണപഥവും ചന്ദ്രന്റെ ഭ്രമണപഥവും തമ്മിൽ രണ്ട് സ്ഥലത്ത് 180 ഡിഗ്രി ഓപ്പോസിറ്റ് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. അപ്പൊ ഈ രണ്ട് പോയിന്റുകളെയാണ് നമ്മൾ യഥാർത്ഥത്തില് ഈ രാഹുകേതുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളിപ്പം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് കാണാം. ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് പക്ഷേ ഇവിടെ നോക്കിയാൽ സൂര്യനെ ചുറ്റി ഭൂമി കറങ്ങുന്നു. ആ ഭ്രമണ പഥത്തിന്റെ ആ തലമാണ് കാണിച്ചിരിക്കുന്നത് നീലയിൽ. ഇത് ഭൂമി സ്വയം കറങ്ങുന്നു, അതിന് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നു. ചന്ദ്രൻ ആ മറ്റേ ഭ്രമണപഥത്തെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നു. അത് രാഹുകേതുക്കളാണ്. അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 തലങ്ങളും തമ്മിൽ 24 ഡിഗ്രി ചരിവുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ തലത്തെ ചരിച്ച് കാണിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 പോയിന്റുകൾ കാണാം. അത് രണ്ടുമാണ് കേതുവും രാഹുവുമായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ചന്ദ്രൻ അതിന്റെ ഭ്രമണത്തില് തെക്ക് നിന്നും വടക്കോട്ട് വരുന്ന സമയത്ത് സൂര്യന്റെ ഭ്രമണപഥത്തെ മുറിക്കുന്നതായിട്ട് തോന്നുന്നു. ആ പറയുന്ന പോയിന്റിനെ നമ്മൾ രാഹു എന്നും നേരെ ഓപ്പോസിറ്റ് പോയിന്റിനെ കേതു എന്നും പറയുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോഴാണ് ഒരാള് സംശയം ചോദിച്ചത്, വടക്കോട്ട് വരുന്ന സമയത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ദിവസവും എങ്ങനെയാണ് രാഹുകാലം ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇവിടെ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ രാഹുകാലം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ മാത്രം വരുന്ന ഒരു സംഭവമാണ്.
അതിന് ജ്യോതിശാസ്ത്രവുമായിട്ട് നേരിട്ട് ബന്ധമില്ല ഈ രാഹുകാലത്തിന്. അതുപോലെ ഗുളിക കാലത്തിനും നേരിട്ട് ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധമില്ല. അത് ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. മുഹൂർത്ത പദവി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ നമ്മൾ കല്യാണം, അതേപോലെ തന്നെ പാലുകാച്ച, അങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന സത്കർമ്മങ്ങൾക്കൊക്കെ നല്ല മുഹൂർത്തം കുറിക്കുന്നതിന് വേണ്ടി കണ്ടെത്തുന്ന, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് മുഹൂർത്ത പദവി എന്ന് പറയുന്നത്. അപ്പൊ ആ മുഹൂർത്ത പദവിയിൽ ഒരുപാട് കണ്ടീഷൻസ്, ഇപ്പം വിവാഹം നടത്തുന്നതിന് മുഹൂർത്തം ഇന്ന രീതിയിലായിരിക്കണം, അതേപോലെ ഒരു ചോറൂണ് നടത്തുന്നതിന് മുഹൂർത്തം ഇന്ന രീതിയിലായിരിക്കണം, ഇങ്ങനെയുള്ള പല ബന്ധപ്പെട്ട പല നമ്മുടെ ജീവിതത്തിലെ ആചാരങ്ങൾക്കും, അതുപോലെ തന്നെ ഇപ്പൊ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളെ പ്രതിഷ്ഠ, ഇങ്ങനെയൊക്കെ തുടങ്ങി പല പല കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഇപ്പൊ ഒരു യാഗം നടത്തുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ മുഹൂർത്തങ്ങൾ കുറിക്കുമ്പോൾ ആ മുഹൂർത്തങ്ങൾക്ക് ഗ്രഹങ്ങൾ ഇന്ന സ്ഥാനത്ത് നിന്നാൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ എത്തുന്ന സമയത്ത് മാത്രമേ സത്കർമ്മങ്ങൾ തുടങ്ങാവൂ എന്നൊക്കെയാണ് ഈ മുഹൂർത്ത പദവി പറയുന്നത്. അപ്പൊ മുഹൂർത്ത പദവിയിലെ സങ്കല്പം അനുസരിച്ച് നമ്മൾക്ക് രാഹുവിന്റെ കാലം, രാഹുകാലം എന്ന് പറയുന്നത് ഒരു ദിവസം, എല്ലാ ദിവസവും ഉള്ള ഒരു സമയമാണ്. എല്ലാ ദിവസവും അതുണ്ട്. അത് 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ സമയമാണ് രാഹുകാലം ആയിട്ട് വരുന്നത്. ഈ രാഹുകാലം അശുഭമായ കാലമാണ്. നല്ല കർമ്മങ്ങൾ ഒന്നും തന്നെ രാഹുകാലത്ത് തുടരാൻ മുഹൂർത്ത പദവി നമ്മളോട് പറയുന്നില്ല. ആ രാഹുകാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരു നല്ല പര്യവസാനം ഉണ്ടാകത്തില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊരു ജ്യോതിഷത്തിലെ അഭിപ്രായങ്ങളാണ്. ഇതിന് ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധമില്ല. നമുക്കറിയാം, ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഈ 7 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളുടെ പേര് നോക്കിയാൽ 7 ഗോളങ്ങളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമി വരുന്നില്ല. ഭൂമിയിൽ നിന്നും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഭൂമിയെ നക്ഷത്രങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിയുമ്പോൾ ഭൂമിയെ ചുറ്റുന്നതായി തോന്നുന്ന ഗോളങ്ങളാണ് സൂര്യൻ. സൂര്യൻ ഭൂമിയെ ചുറ്റുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തോന്നും അങ്ങനെ, അത്രയേ ഉള്ളൂ. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, അങ്ങനെ 7 ഗോളങ്ങളാണ് ഭൂമിയെ ചുറ്റുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ 7 ഗോളങ്ങളുടെ പേരിലും നമ്മൾ ഓരോ ആഴ്ചയെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ബുധൻ, നമുക്കറിയാം തുടക്കം എന്ന് പറയുന്നത് സൺഡേ ആണ്. അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നുള്ള 7 ദിവസങ്ങൾ. അപ്പൊ ഇത് 7 ഗ്രഹങ്ങളുടെ പേരിലാണ് വരുന്നത്. എന്നാൽ നമുക്കറിയാം, ആകാശത്ത് ചരിക്കുന്നതായിട്ട് മറ്റ് 2 ബിന്ദുക്കളെ കൂടി നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് രാഹുവും ഒന്ന് കേതുവുമാണ്. രാഹുവും കേതുവും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ഒരേ രീതിയിൽ കറങ്ങുന്നത് കൊണ്ട് രാഹുവിനെ മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കുന്നത്, ഈ മുഹൂർത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നത്. ഈ രാഹു ഒരു രാക്ഷസനായിരുന്നെന്നും, അതേപോലെ അത് സ്വർഭാനു എന്ന് പറയുന്ന ഒരു പുരാണ കഥാപാത്രം ഉണ്ട്. പാലാഴി മഥനം കഴിഞ്ഞ് അമൃത് കൊണ്ടുവരുമ്പോൾ ആ അമൃത് മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഇത് മോഷ്ടിച്ച് ആളിന്റെ തല വെട്ടിക്കളയുമെന്നും, അങ്ങനെ തല മാത്രമായിട്ട് നിൽക്കുന്ന ആളാണ് രാഹു എന്നൊക്കെയാണ് ആ പുരാണ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഹു ഒരു നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമല്ല, നെഗറ്റീവാണ്, ആസുര സ്വഭാവമാണ്. അതുകൊണ്ട് ആ രാഹുവിന്റെ പേരിൽ വരുന്ന ആ സമയങ്ങളൊക്കെ തന്നെ നമുക്ക് സൽക്കർമ്മങ്ങൾക്ക് പറ്റിയതല്ല, ദോഷകരമായ സമയമാണ് എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞത്, നമ്മൾ ആഴ്ചയിൽ 7 ദിവസങ്ങൾ 7 ഗ്രഹങ്ങൾക്കായിട്ട് കൊടുത്തു. 7 ഗോളങ്ങളും ഭൂമിയെ ചുറ്റുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ രാഹുകേതുക്കളും നിഴൽ ഗ്രഹങ്ങളായിട്ട് ഭൂമിയെ ചുറ്റുന്നുണ്ട് എന്ന് നമുക്കറിയാം.
അപ്പോൾ അതിലെ രാഹുവും കേതുവും ഒരേപോലെ 180 ഡിഗ്രി കറങ്ങുന്നതുകൊണ്ട് രാഹുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ രാഹുവിനും കുറച്ച് സമയം വേണമല്ലോ. 7 ഗ്രഹങ്ങൾക്ക് നമ്മൾ 7 ദിവസം കൊടുത്തപ്പോൾ രാഹുവിനും കുറച്ച് ഒരു ദിവസം കൊടുക്കാൻ നമുക്കില്ല, 7 കഴിഞ്ഞുപോയി. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും 90 മിനിറ്റ് രാഹുവിനായിട്ട് നമ്മൾ നൽകുകയാണ്. എല്ലാ ദിവസത്തെയും 90 മിനിറ്റ്. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ 90 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം എടുക്കുന്നു. ഈ സമയത്തെ നമ്മൾ 8ആയിട്ട് ഭാഗിക്കുന്നു. 8ആയിട്ട് ഭാഗിക്കുമ്പോൾ അപ്രോക്സിമേറ്റ് 1.5 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 1.5 മണിക്കൂർ, അപ്പൊ ഈ 8ആയിട്ട് ഭാഗിക്കുമ്പോൾ ഓരോ ഭാഗത്തിന് ഏതാണ്ട് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 90 മിനിറ്റ് വെച്ച് കിട്ടും. 90 കുറവായിരിക്കും മിക്കപ്പോഴും അത് വരുന്നത്. അപ്പൊ ഇതിനെ 8ആയിട്ട് ഭാഗിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ അങ്ങ് ഒഴിവാക്കും. ചിലപ്പോൾ ഉദാഹരണത്തിന് 6 മണിക്കാണ് സൂര്യോദയമെങ്കിൽ 6 മുതൽ 7:30 ഭാഗം നമ്മൾ ഒഴിവാക്കും. 7:30 മുതലുള്ള സമയത്തെ നമ്മൾ രാഹുവിനായിട്ട് നിശ്ചയിക്കുകയാണ്. 1.5 മണിക്കൂർ. ഇപ്പൊ ഒരു ദിവസം 7:30 മുതൽ 9 വരെയാണ് രാഹുകാലമായിട്ട് നിശ്ചയിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം 4 മുതൽ 5:30 വരെ ആയിരിക്കും. വേറൊരു ദിവസം 12 മുതൽ 1:30 വരെ ആയിരിക്കും. ഇങ്ങനെ ഈ രീതിയിലാണ് ഈ രാഹുകാലത്തെ നമ്മൾ നിർണയിച്ചിരിക്കുന്നത്. 7 ദിവസവും രാഹുകാലമുണ്ട്. അത് മുഹൂർത്ത പദവിയിൽ നിന്നും അതിൻ്റെ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് പണ്ടുള്ള ഒരു ഇക്വേഷൻ എന്ത്, 11 ബോയ്സ് ഹാവ് എ ഗുഡ് ഫുട്ബോൾ കോർട്ട് എന്നോ മറ്റോ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് അതിന്റെ പകുതി എടുത്ത് അതിനോട് 1.5 മണിക്കൂറോടെ കൂട്ടുമ്പോൾ എത്രയാണോ അവിടം മുതൽ ആണ് രാഹു വള അല്ലെങ്കിൽ രാഹുകാലം കണക്കാക്കേണ്ടത് എന്ന് പറയാറുണ്ട്. ഇപ്പൊ 11 എന്നുള്ളത് വരുമ്പോൾ അതിന് നമ്മൾ ഒരാഴ്ച നമ്മൾ സങ്കല്പിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ പല പല മാർഗങ്ങളും ഈ രാഹുകാലം, ഈ 7 ദിവസത്തിനകത്ത് ഉൾപ്പെടുന്ന രാഹുകാലം കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രാഹുകാലം 1.5 മണിക്കൂറാണ്. അപ്പോൾ എല്ലാ ദിവസവും രാഹുകാലം ഉള്ളത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ ഒരു മുഹൂർത്തത്തിൽ തുടങ്ങുന്ന ഒരു കർമ്മം നീണ്ടുപോവുകയാണെങ്കിൽ ഇടയ്ക്ക് രാഹുകാലം വന്നു എന്ന് വെച്ച് കുഴപ്പമില്ല. പക്ഷെ സത്കർമ്മങ്ങൾ ഒന്നും തന്നെ രാഹുകാലത്ത് തുടങ്ങരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ കണ്ട രാഹുവും ജ്യോതിഷത്തിലെ മുഹൂർത്ത പദവിയിൽ കാണുന്ന രാഹുവും സ്വല്പം വ്യത്യാസമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ 7 ദിവസത്തെ നമ്മൾ 7 ദിവസത്തെയും 1.5 മണിക്കൂർ വീതമുള്ള സമയങ്ങൾ എടുത്തിട്ട് അതിൽ ഓരോ സമയത്തിന് ഓരോ ദിവസവും ഓരോ നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട്. ആ നിശ്ചിത സമയം മാത്രം ഈ രാഹുകാലം എന്ന് നമ്മൾ കണക്കാക്കുകയാണ് സാധാരണ ചെയ്തു വരുന്നത്. അപ്പോൾ ഒരു ഏകദേശ രൂപം അതിനെക്കുറിച്ച് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ത്യക്കാര് ഈ രാഹുകാലം എന്ന് പറയുന്ന ഇത് കണ്ടുപിടിച്ചത് എത്ര അതിശയകരമാണ് എന്ന് നമ്മൾ ആലോചിച്ചു. അല്ലെങ്കിൽ രാഹു കേതുക്കളെ വേറെ ലോകത്ത് നമ്മളുടെ ഈ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യ പുരാണ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കുന്ന സമയത്ത് ഇത്രയും വിശദമായിട്ടുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളൊന്നും മറ്റ് ഭാഷകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ആ രാഹുകേതുക്കളുമായി ബന്ധപ്പെട്ടാണ് മുഹൂർത്ത പദവിയിൽ നമ്മൾ ഈ രാഹുകാലം എന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സത്കർമ്മങ്ങൾക്കും നമ്മൾ മുഹൂർത്തം കുറിക്കുമ്പോൾ അതിനകത്ത് പല പല സങ്കല്പങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഒരു ഗ്രഹനില അല്ലെങ്കിൽ ഈ 12 രാശികളെ കുറിക്കുന്ന ഒരു ചിത്രം ഞാൻ കാണിക്കുകയും അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു.
ഇടതുവശത്ത് മുകളിൽ കാണുന്ന ഇത് എല്ലാ ഇത് നമ്മൾ തലക്കുറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ തലക്കുറി എന്ന് വെച്ചാൽ നമ്മളുടെ ഭാവി ഇതിനകത്താണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ജാതകം രചിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്ന ഏറ്റവും ഇടതുവശത്ത് മുകളിൽ കാണുന്നത് മീനം, തൊട്ടുവശ മേടം, ഇടവം, മിഥുനം, ഇങ്ങനെ ഈ പേരിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുക. നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് നമ്മൾ ഗ്രഹനില രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഗ്രഹനില കാണിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നോക്കിയ ഈ 12 രാശികളിൽ നമുക്കറിയാം, ഈ കഴ്സർ ഇരിക്കുന്നത് മീനം, ഇത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇങ്ങനെയാണ് 12 രാശികളെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതേപോലെ ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ ഈ ഗ്രഹനിലയെ വെച്ചുകൊണ്ട് ഓരോ ഗ്രഹങ്ങളും ഏതേത് രാശികളിൽ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തിനെ നമ്മൾ 12 രാശികളായിട്ട് തിരിച്ചിട്ട് മേടം, ഇടവം, മിഥുനം എന്നുള്ള ആ 12 പേരുകൾ നമ്മൾ നൽകിയിരിക്കുകയാണ്. അവര് ആ ഭാഗങ്ങളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ചേർന്ന് രൂപീകൃതമാകുന്ന രൂപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ നമ്മൾ നൽകിയിരിക്കുന്നത്. അത് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ തന്നിരിക്കുന്ന ഈ ഗ്രഹനില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്നത് മീനം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മീനം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത രാശി മേടൻ രാശിയിൽ ല എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ല എന്ന് പറഞ്ഞാൽ ലഗ്നം എന്ന് കാണിക്കുന്നു. അതായത് ഒരാൾ ജനിക്കുന്ന സമയത്ത് കിഴക്കേ ചക്രവാളത്തിൽ ഏത് രാശിയാണോ ഉദിക്കുന്നത് ആ രാശി അതാണ് ഈ ലഗ്നമായിട്ട് വരുന്നത്. ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ജാതകത്തിന്റെ ഉടമ ജനിച്ച സമയത്ത് കിഴക്ക് ഉദിച്ച രാശി മേടമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ല എന്ന് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മേടം കഴിഞ്ഞു, ഇടവം കഴിഞ്ഞു, മിഥുനത്തിൽ വന്നപ്പോൾ ഗു മാ. ഈ ഗു എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ്. വ്യാഴത്തിനെ നമ്മൾ ഗുരു എന്ന രീതിയിലാണ് ജ്യോതിഷത്തിൽ എഴുതുന്നത്. വ്യാഴം എഴുതുന്നവരുണ്ട്, ഗുരു എന്ന് എഴുതുന്നവരുണ്ട്, ബൃഹസ്പതി എന്ന് എഴുതുന്നവരുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ കേരളത്തിൽ കൂടുതലായിട്ടും ഗു എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മീനം, മേട, ഇടവം, മിഥുനത്തിലാണ് ഗുരു വ്യാഴം നിൽക്കുന്നത്. ആ ജനിച്ച സമയത്ത് വ്യാഴം ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. അവിടെ തന്നെ മാ എന്ന് കാണുന്നുണ്ട്, മാന്നി എന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു നൊട്ടേഷനാണ്. അത് നമ്മളിപ്പോൾ തൽക്കാലം അതിനെ നമ്മൾ അങ്ങ് വിടുകയാണ്. പിന്നെ തൊട്ടടുത്ത് കഴിഞ്ഞാൽ മിഥുനം കഴിഞ്ഞാൽ കർക്കിടകമാണ്. കർക്കിടകത്തിലാണ് കേതു നിൽക്കുന്നത്. ശിഖി എന്നാണ് കേതുവിന്റെ മറ്റൊരു പേര്. അപ്പൊ ഷീന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ശിഖി എന്നാണ്, അത് കേതുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഒരു പ്രത്യേകത, ഈ കേതുവിന്റെ നേരെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആണ് രാഹു വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കോളം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇത് മകരമാണ്. ഇത് കർക്കിടകത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് മകരം. അപ്പൊ ഈ മകരത്തിലാണ് എൻ്റെ സർപ്പൻ എന്ന് പറഞ്ഞാൽ രാഹുവിന്റെ മറ്റൊരു പേരാണ് സർപ്പൻ. അപ്പം എപ്പോഴും നമ്മൾ ഈ ജാതകത്തിന്റെ കോളങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സർപ്പനും ശിഖിയും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോളങ്ങളിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പറയാം, ആ ജാതകം പിശകുള്ള ജാതകമാണ്, അത് തെറ്റാണ്, അറിയാൻ വയ്യാത്തവൻ തയ്യാറാക്കിയതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാര്യം രാഹുവും കേതുവും ശിഖിയും സർപ്പനും എപ്പോഴും 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കാറുള്ളത്. ഇനി നമ്മൾ ശിഖി കഴിഞ്ഞാൽ അതായത് ഇവിടെ കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങത്തില് ഗ്രഹങ്ങളൊന്നും അന്ന് ഇല്ല. അത് കഴിഞ്ഞാൽ കന്നിയിൽ അന്ന് ഗ്രഹങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ തുലാത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ വൃശ്ചികത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ധനുവിൽ അന്ന് ജനിക്കുന്ന സമയത്ത് കുജൻ നിൽപ്പുണ്ട്. കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ. ബുധൻ നിൽപ്പുണ്ട്, ശുക്രൻ നിൽപ്പുണ്ട്, മന്ദൻ നിൽപ്പുണ്ട്. മന്ദൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. കാര്യം 30 വർഷമാണ് ശനിക്ക് നമ്മുടെ
നക്ഷത്രങ്ങളിൽ കൂടി ഒരു പ്രാവശ്യം ചുറ്റി വരാനെടുക്കുന്ന സമയം 30 വർഷമായതുകൊണ്ട് ഇയാളെ നമ്മൾ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. മന്ദമായി ഗമിക്കുന്നവൻ, അതാണ് മന്ദൻ. അപ്പോൾ ശനിയാണ് മന്ദൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധനു എന്ന് പറയുന്ന രാശിയിൽ 4 ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. ധനു കഴിഞ്ഞാൽ മകരത്തില് സൂര്യനുണ്ട്, സർപ്പനുമുണ്ട്. അപ്പൊ മകരത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ഈ ജാതകൻ ജനിച്ചിരിക്കുന്നത് മകരമാസത്തിലാണ്. ഈ പറയുന്ന ആള് ജനിച്ചത് മകരമാസത്തിലാണെന്ന് സൂര്യന്റെ സ്ഥാനം നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ ഏത് വ്യക്തിയുടെ ജാതകം കയ്യിൽ കിട്ടിയാലും സൂര്യൻ നിൽക്കുന്ന പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ഉടനെ പറയാൻ പറ്റും, ആ ആള് മകരത്തിലാണ്, അല്ലെങ്കിൽ ചിങ്ങത്തിലാണ്, അല്ലെങ്കിൽ കർക്കിടകത്തിലാണ് ജനിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ കുംഭത്തിലായിട്ട് ചന്ദ്രൻ നിൽക്കുകയാണ്. ഈ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ഇവിടെ നിൽക്കുന്നതുകൊണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്നത്തെ നാളിനെ സംബന്ധിക്കുന്ന ഒരു ചെറിയ പ്രഡിക്ഷൻ നടത്താൻ പറ്റും. അതായത് ഈ കുംഭം രാശിയില് 2.25 നക്ഷത്രങ്ങളാണ് വരുന്നത്. കാര്യം ആകെ 27 നക്ഷത്രങ്ങളെ ഈ 12 രാശിയിലായിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ നക്ഷത്രത്തിനും അല്ലെങ്കിൽ ഓരോ ഈ പറയുന്ന രാശിക്കും 2.25 നക്ഷത്രങ്ങൾ വെച്ച് വന്നാൽ മാത്രമേ 27 നക്ഷത്രങ്ങളാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതനുസരിച്ച് ആദ്യത്തെ രാശിയായ മേടത്തിൽ അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഭാഗം, ഇത്രയും ഈ പറയുന്ന മേടൻ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അല്ലെങ്കിൽ നാളുകളാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക, കാല്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളോട് വരുന്ന ഇതിനെ നമ്മൾ പലപ്പോഴും കൂറെന്നും പറയാറുണ്ട്. ഇപ്പൊ ഒരാൾ മേടക്കൂറിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ നാള് ഒന്നിയിൽ അശ്വതി ആയിരിക്കും, അല്ലെങ്കിൽ ഭരണി ആയിരിക്കും, അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽ ഭാഗത്തായിരിക്കും അയാൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അയാള് മേടക്കൂറുകാരനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്ത രാശിയില് ഇടവത്തില് കാർത്തിക കാൽ ഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം കാർത്തികയുടെ 3/4 ഭാഗം ഇവിടെ വരും, രോഹിണി വരും, മകയിരം വരും, അല്ല മകയിരത്തിന്റെ അരഭാഗം വരും. അപ്പൊ 2.25 നക്ഷത്രങ്ങളായി ഇവിടെ. ഇവിടെ അടുത്തതിനകത്ത് മകയിരത്തിന്റെ അര, തിരുവാതിര, അത് കഴിഞ്ഞിട്ട് പുണർന്നത്തിന്റെ ബാക്കി ഭാഗം, അങ്ങനെ 2.25 ഇതിനകത്ത് വരും. അപ്പൊ ഈ രീതിയിലായിരിക്കും നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ നാളുകളെ ഈ 12 രാശികളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചന്ദ്രൻ വന്നിരിക്കുന്നത് കൊണ്ട് മിക്കവാറും ആ ആളിന്റെ നാള് ചതയമോ അല്ലെങ്കിൽ പൂരുരുട്ടാതിയുടെ ഏതെങ്കിലും ഒരു ഭാഗമോ ഒക്കെ ആകാനാണ് സാധ്യത. അപ്പോൾ ഒരു ജാതകത്തിന്റെ തലക്കുറി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും അതിലെ ഓരോ ഗ്രഹങ്ങളും ഏതേത് രാശികളിൽ നിൽക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഒരു രാശിയിൽ 2.25 നാളുകൾ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റ് ചില കാര്യങ്ങളെ കുറിച്ചുകൂടി നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തെ നമ്മൾ 360 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ഭാഗത്ത് മേഷ എന്ന് എഴുതിയിരിക്കുന്നത്, സംസ്കൃത വാക്കാണ് മേഷ. അതുകൊണ്ട് ഈ 30 ഡിഗ്രിയെ നമ്മൾ മേടം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ട് മുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അശ്വിനി, ഭരണി, കാർത്തികയ്ക്ക് സംസ്കൃതത്തിൽ കൃതിക എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ 13 ഡിഗ്രി 20 മിനിറ്റ്സ്, ഇവിടെ 13 ഡിഗ്രി 20 മിനിറ്റ്സ്, ഇവിടെ 13 ഡിഗ്രി 20 മിനിറ്റ്സിന്റെ കാൽ ഭാഗം, അതായത് അശ്വിനി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ കാൽ ഭാഗം ചേരുമ്പോൾ മേടം രാശിയായി. അപ്പൊ മേടക്കൂറിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, അന്നത്തെ നാളെന്ന് പറയുന്നത് ഒന്നി അശ്വിനി ആയിരിക്കാം,
അല്ലെങ്കിൽ ഭരണി ആയിരിക്കാം, അല്ലെങ്കിൽ കാർത്തികയുടെ കാൽഭാഗമാകാം. ഇനി മേടം കഴിഞ്ഞാൽ അടുത്തത് വൃഷ. വൃഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഋഷഭം, കാള, ഇടവം. മലയാളത്തിൽ നമ്മൾ ഇടവം എന്ന് പറയും. ഈ ഇടവത്തിൽ ഇതാണ്ട് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി ഫുള്ളായിട്ടുണ്ട്. പിന്നെ മകയിരത്തിന് നമ്മൾ സംസ്കൃതത്തിൽ മൃഗശിരസ് എന്നാണ് പറയുന്നത്. ഈ മൃഗശിരസിന്റെ പകുതിയും കൂടി അതിനകത്ത് വരുന്നു, അതായത് ഇടവമാസത്തിൽ. അത് കഴിഞ്ഞാൽ മിഥുന മാസമാണ്. ഈ മിഥുന മാസത്തിന്റെ നമ്മള് ശകവർഷം പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനത്തിന് ശകവർഷത്തിലെ ആഷാഢം എന്നാണ് പറയുന്നത്. അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇടവമാസത്തിന് ജ്യേഷ്ഠമാസം എന്നാണ് പറയുന്നത്, ജ്യേഷ്ഠ. അതുപോലെ മേടമാസത്തിന് വൈശാഖ മാസം എന്നാണ് നമ്മളുടെ ഇതിൽ പറയുന്നത്, ശകവർഷ പ്രകാരം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. മേടത്തിന് ചൈത്രം എന്ന് തുടങ്ങുന്ന ഒരു ശകവർഷ രീതിയും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. കാര്യം നാളെ അങ്ങനെ ഒന്ന് കണ്ടിട്ട് ഇന്ന് നമ്മൾ പറഞ്ഞ തെറ്റല്ലേ സാർ എന്ന് നാളെ ചിലപ്പം ആൾക്കാർ ചോദിക്കാം. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചന്ദ്രമാസങ്ങളും സൂര്യമാസങ്ങളും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ മേടത്തിനെ പ്രതിദാനം ചെയ്യേണ്ട യഥാർത്ഥ മാസം എന്ന് പറയുന്നത് ചൈത്രമാണ്. പക്ഷെ ഇവിടെ ചിത്രത്തിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നത് അത് വേറൊരു ആസ്പെക്റ്റിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. അപ്പൊ നമ്മൾ തൽക്കാലം ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ തന്നെ പോട്ടെ. കാര്യം ഇത് ഒരു പ്രിസഷൻ ഓഫ് ഇക്വിനോക്സ് എന്ന് പറയുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയ ഒരു ചിത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് യഥാർത്ഥത്തിൽ വരേണ്ടത് ചൈത്രമായിരുന്നു വരേണ്ടിയിരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഋഷഭം, അതായത് ഇടവമാസം, മിഥുനമാസം, കർക്കിടക മാസം ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, ഇത്രയും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഭാഗം വരും. നമുക്ക് ചുറ്റുമുള്ള ആകാശത്തിന്റെ പകുതി ഭാഗം വരും. സൂര്യൻ മകരത്തിൽ, അതായത് മിഥുനത്തിൽ നിന്നും ധനുവിൽ നിന്നും മകരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് സൂര്യൻ വരുന്നത്. അതുകൊണ്ട് ഈ സമയത്തിന് നമ്മൾ ഉത്തരായന കാലം എന്നാണ് പറയുന്നത്. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം കഴിയുമ്പോഴത്തേക്കും സൂര്യൻ പരമാവധി വടക്കേ അറ്റത്ത് എത്തിയിരിക്കും. അതുകൊണ്ട് ഈ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ഉത്തരായന കാലം എന്നാണ്. ഇന്ത്യയിൽ ഈ ഉത്തരായന കാലത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് ആണ് തോന്നുന്നത്, ഉത്തരായന പുണ്യകാലം എന്നാണ് പറയുന്നത്. എല്ലാ സൽക്കർമ്മങ്ങൾക്കും യാഗങ്ങൾക്കും അതേപോലെയുള്ള മറ്റ് ചടങ്ങുകൾക്ക്, പല ചടങ്ങുകളൊക്കെ ഉണ്ട്, ആ ചടങ്ങുകൾക്കും ഒക്കെ പ്രതിഷ്ഠകൾ, ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ പറയുന്ന ഉത്തരായന കാലമാണ് ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മിഥുനം കഴിഞ്ഞാൽ കർക്കിടകമാണ്. കർക്കിടകം മുതൽ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, ഈ ധനു വരെ ഇത്രയും ഭാഗത്തിന് നമ്മൾ ദക്ഷിണായന കാലം എന്നും പറയുന്നു. അപ്പൊ നമുക്ക് സൂര്യൻ ഇങ്ങി വന്ന് ഈ വൃശ്ചികമൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് തണുപ്പ് തുടങ്ങി വൃശ്ചികം, ധനു, മകരം. അപ്പൊ ഈ ധനു വരെ ആകുമ്പോഴത്തേക്കും സൂര്യൻ അങ്ങ് തെക്കേ അറ്റത്ത് ചെല്ലും. തെക്കേ അറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. ആ സമയത്താണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് ഉത്തരാർദ്ധ ഗോളത്തിൽ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് മകരത്തിലേക്ക് കടന്ന് പതുക്കെ സൂര്യൻ വടക്കോട്ട് വന്ന് തുടങ്ങി കഴിയുമ്പോൾ തണുപ്പ് പതുക്കെ കുറയുകയും ഏതാണ്ട് ശിവരാത്രി ആകുമ്പോഴത്തേക്കും തണുപ്പ് പൂർണ്ണമായും, കുംഭമാസത്തിലാണ് ശിവരാത്രി വരുന്നത് സാധാരണ. അപ്പൊ കുംഭത്തിലെ ശിവരാത്രി കഴിഞ്ഞാൽ ചൂട് തുടങ്ങുകയാണ്. ഉത്തരേന്ത്യയിൽ ഭയങ്കരമായ ചൂട് തുടങ്ങുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ സമയത്ത് തന്നെയാണ് നമ്മളുടെ വസന്തകാലവും വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ചൂടുകാലം തുടങ്ങിയാലും ഈ പറയുന്ന മീനമാസം, മേടമാസം, ഈ മേടമൊക്കെ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിലേക്ക് ചൂട് കൂടുതലായിട്ട് വരുന്നത്. അതൊക്കെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
അതേപോലെ തന്നെ ഈ മകരവും കുംഭവും കൂടി ചേരുന്ന ഈ 2 മാസങ്ങൾക്കാണ് നമ്മൾ ഒരു ഋതു എന്ന് പറയുന്നത്. അപ്പൊ ആ ഋതു കഴിഞ്ഞാൽ അടുത്ത ഋതു, അതാണ് ഈ മീനവും മേടവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ സങ്കല്പം അനുസരിച്ച് ഇത്, ഞാൻ നേരത്തെ ഒരു ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇത് വസന്തകാലമാണ്. ഈ മീനവും മേഷവും കൂടി ചേരുന്നത് വസന്തകാലമാണ്. അങ്ങനെ 6 ഋതുക്കളിൽ 3 ഋതുക്കൾ ഉത്തരായന കാലത്തും 3 ഋതുക്കൾ ദക്ഷിണായന കാലത്തുമായിട്ട് വിന്യസിച്ചിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന 12 രാശികളിലായിട്ട് എല്ലാ 27 നക്ഷത്രങ്ങളെയും നമ്മൾ വിന്യസിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ചിത്രം നമ്മളൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഒരു തലക്കുറി കാണുമ്പോൾ അതിനകത്ത് ചന്ദ്രന്റെ സ്ഥാനവും സൂര്യന്റെ സ്ഥാനവും കാണുമ്പോൾ അത് ഏത് മാസത്തിൽ ജനിച്ചു, അതേപോലെ ഏത് നക്ഷത്രമായിരിക്കാം ഇദ്ദേഹത്തിന്റെ ഒരു ചാൻസ് ആണ്, അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അപ്പൊ ഇതിനകത്ത് സംസ്കൃതത്തിലുള്ള നാളും അതേപോലെ തന്നെ മാസങ്ങളും ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാഷേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, നേരത്തെ ആ കുട്ടി ചോദിച്ച ഒരു സംശയം അങ്ങനെ തന്നെ നിൽക്കുന്നില്ലേ എന്നാണ്. എന്നുവെച്ചാല് നമ്മുടെ രാഹുവിന്റെ ഇതനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വടക്ക് ദിക്കിൽ ക്രോസ് ചെയ്യുന്നതിനെ രാഹു എന്ന് പറയുമ്പോൾ ഈ ദക്ഷിണായന സമയത്ത് നമുക്കിത് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ജ്യോതിഷത്തിൽ ദക്ഷിണായന സമയത്തും രാഹുകാലം പറയുന്നതിനപ്പൊ യുക്തിയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ അതായത് നമ്മള് ജ്യോതിഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിലെ അതായത് അതിനകത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഉള്ള ഒരു സാങ്കല്പിക ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ജ്യോതിഷം എന്ന് പറയുന്നത് ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥലത്ത് നിൽക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം അതിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അതാത് സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളായിട്ട് എടുത്ത് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പൊ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലപ്പോഴും അത് 100% ശാസ്ത്രമല്ല, എന്നാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് മുഹൂർത്തങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അതും കഴിഞ്ഞ് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മുഹൂർത്തങ്ങൾ വരുമ്പോഴാണ് ഒരു ദിവസം അതിനകത്ത് ഒരു 1.5 മണിക്കൂർ സമയം, രാഹുകാലം എന്നും പറഞ്ഞൊരു സമയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു 1.5 മണിക്കൂർ ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ സമയത്തിനെ രാഹുവിന്റെ പേരിൽ കുറിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന രാഹുവും ഈ രാഹുകാലവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ ശാസ്ത്രത്തിൽ നിന്ന് ഇതിനെ ഡീലിംഗ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ പേര് രാഹുകാലം എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മളുടെ യഥാർത്ഥ ജ്യോതിശാസ്ത്രത്തിലെ ആ രാഹുവും ഇവിടെ പറയുന്ന രാഹുകാലവും തമ്മിൽ ബന്ധമില്ല. നമുക്ക് തന്നെ അറിയാം, ജ്യോതിഷത്തില് നമ്മളെ ഓരോ ഗ്രഹങ്ങൾക്കും ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ശനിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ശനിയൊക്കെ നമ്മൾ ചില ദൈവസങ്കല്പങ്ങളായിട്ട് അല്ലെങ്കിൽ ദേവതകളായിട്ട് കാണുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ബൃഹസ്പതി ആയാലും ശുക്രനായാലും ഒക്കെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് അതിനകത്തൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഇവയൊക്കെ തന്നെ ഒരു മറ്റൊരു തലത്തിലേക്കാണ് നമ്മൾ ജ്യോതിഷത്തിൽ വരുമ്പോൾ ഇവയെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഈ പറയുന്ന ഗ്രഹങ്ങളും രാഹുകേതുക്കളും ഏതേത് സ്ഥലങ്ങളിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം 100% ശാസ്ത്രമായിട്ടുള്ള ജ്യോതിശാസ്ത്രത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഫലങ്ങൾ എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണ്, വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വിവാഹത്തിന് പ്രശ്നങ്ങളുണ്ട്, വിവാഹ ജീവിതം പ്രശ്നങ്ങൾ ഉള്ളതാണ് എന്ന് ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ജ്യോതിഷ അതായത് ചന്ദ്രൻ ഒരു പ്രത്യേക പൊസിഷനിൽ നിൽക്കുമ്പോൾ, വിശാഖം നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന സ്ത്രീകളുടെ എല്ലാം തന്നെ വൈവാഹിക കാലഘട്ടത്തിൽ
അത് അവർക്ക് ഗുണകരമാകില്ല എന്നായിരിക്കും ഫലം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ പറയുന്ന പൊസിഷനിൽ ചന്ദ്രൻ വരുമ്പോൾ ഒരു ഫലം കണ്ടെത്തി വെച്ചിരിക്കുകയാണ്. അത് വേറൊരു പഠനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം ആൾക്കാരുടെ ജീവിതത്തെ നിരന്തരം നിരീക്ഷിച്ച് അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും അതേപോലെ തന്നെ സ്വഭാവ സവിശേഷതകളും ഒക്കെ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളുമായി ഒത്ത് നോക്കി പഠിച്ചിട്ട് തയ്യാറാക്കിയ ഒരു വലിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അതായത് ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജ്യോതിഷം 100% ശരിയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാര്യം ചന്ദ്രൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ഫലം പറയുന്നു, അപ്പോൾ സൂര്യൻ നിൽക്കുന്ന സൂര്യൻ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ പറയുന്നു. ചിലപ്പോൾ ഈ രണ്ട് ഫലങ്ങളും തമ്മിൽ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇതിലെ ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ ബലം എന്ന് നോക്കിയിട്ട് ആ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യുക്തിസഹമായിട്ട് നമ്മൾ ഈ ഫലങ്ങളെ നിർണയിച്ച് നമ്മൾ ആരാണോ നമ്മുടെ ഫലം അറിയാൻ വന്നിരിക്കുന്നത് ആ ആളിനോട് പറഞ്ഞു കഴിയുമ്പോഴാണ് ഇത് ഒരു ശാസ്ത്രമായിട്ട് മാറുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്ന ആർക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു കലിദിന സംഖ്യ എന്ന് പറയുന്ന ആ ഒരൊറ്റ സംഖ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം മാത്തമാറ്റിക്കൽ തിയറങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തി ആകാശത്തെ ഓരോ രാശികളിലും അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളും ഏതേത് രാശികളിൽ നിൽക്കുന്നു എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി രാവിലെ നമ്മളുടെ രാശിപ്പലകയിൽ എഴുതി വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ സമയം നിശ്ചയിച്ച് ഫലം പ്രഖ്യാപിക്കുന്ന ഒരാള് നല്ല സിദ്ധിയുള്ള ആളായിരിക്കും, അതേപോലെ നല്ല ബുദ്ധിമാനായിരിക്കും, ജീവിതത്തിലെ ചിട്ടകളോടുകൂടി ജീവിക്കുന്ന ആളായിരിക്കും. ആ ആള് ഇതേപോലെയുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്ത് സംസാരിച്ച് കഴിയുമ്പോൾ അതിലെ ന്യായമായ കാര്യങ്ങൾ മാത്രമായിരിക്കും അയാളിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അത് കൊള്ളേണ്ട കാര്യങ്ങൾ കൊള്ളുകയും തള്ളേണ്ട കാര്യങ്ങൾ തള്ളിയുമാണ് ജ്യോതിഷം അല്ലെങ്കിൽ ആ ഫലപ്രവചനങ്ങൾ നിർവഹിക്കുന്നത്. അത് ഒരു വലിയ സിദ്ധിയുടെയും അതേപോലെ തന്നെ സാധനയുടെയും ഒക്കെ ഫലമാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് 7 ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും എന്ന് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാഴം നിൽക്കുന്ന രാശി വളരെ ബലവും ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പം വ്യാഴത്തിന്റെ ഫലമായിരിക്കും ഇയാൾക്ക് വരുന്നത്. അതുകൊണ്ട് ശുക്രൻ നിൽക്കുന്ന രാശിയുടെ ഫലമായിരിക്കത്തില്ല വരുന്നത്. ഇത് നിർണ്ണയിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഒരുപാട് വർഷം ജ്യോതിഷം കൈകാര്യം ചെയ്ത് സിദ്ധിയോടുകൂടി ഉപാസനയോടുകൂടി ഇരിക്കുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമയം കുറിക്കാൻ പറയുമ്പോൾ ഓടി ഒരു പെട്ടെന്ന് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കി കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്കല്ല പോകേണ്ടത്. വർഷങ്ങളായിട്ട് ഇത് കൈകാര്യം ചെയ്ത് ആൾക്കാർക്ക് വിശ്വാസമുള്ള ആൾക്കാരിലേക്ക് പോവുക. ഇത് ശാസ്ത്രമല്ല എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇത് വെറും തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ ഇതിൽ വിശ്വാസം അർപ്പിക്കുന്ന എത്രയോ ആൾക്കാർ വേറെ ഉണ്ട്. നമുക്കൊരു കാര്യം വ്യക്തമാണ്, മനുഷ്യന്റെ ജീവിതം യുഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപകാരമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും മനുഷ്യൻ അവന്റെ പ്രയാണത്തിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ എന്തെല്ലാം ശാസ്ത്രങ്ങൾ നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പക്ഷെ ജ്യോതിഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ ജ്യോതിഷത്തിന് മനുഷ്യനിൽ എന്തോ സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ കുറെ അധികം ആൾക്കാരിൽ എന്തോ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് ആർക്കും ഇതിൽ വിശ്വാസമില്ലാതെ വന്നിരുന്നുവെങ്കിൽ, ഇത് മുഴുവൻ തെറ്റായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നത് എങ്കിൽ ഈ ശാസ്ത്രം എന്നേ പോലും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയേനെ. അപ്പോൾ സിദ്ധിയും സാധനയും ഇതിനകത്ത് നിരന്തരമുള്ള പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ആൾക്കാർ പറയുമ്പോൾ എവിടൊക്കെയോ ശരിയാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രം ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് 100% നമുക്ക് ഇതിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള ഒരു പഠനമാണ് എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാര്യം ഞാൻ ഒരു കാലഘട്ടത്തിൽ ഈ ജ്യോതിഷത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്ന ഒരാളാണ്. യുക്തിബോധമുള്ള ഒരാളിന് ജ്യോതിഷം വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ഇതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞ ആളാണ്. പക്ഷേ ജ്യോതിഷം അറിയാവുന്ന മറ്റൊരാളിന്റെ പ്രവചനങ്ങൾ നിരന്തരം ശരിയായി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നുകയും അങ്ങനെ
ആ ഒരു ആളിന്റെ പ്രവചനങ്ങൾ കൃത്യമായി ഇങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് എന്തോ സത്യമുണ്ട് എന്ന് തോന്നിക്കൊണ്ട് ഞാൻ ആ ശാസ്ത്രം പഠിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അതിന്റെ ഒരു വലിയ ഭാഗം പഠിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ജ്യോതിഷത്തെക്കാട്ടിൽ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത് ജ്യോതിശാസ്ത്രമായതുകൊണ്ട് ഞാൻ പിന്നീട് ആ മേഖലയിലേക്ക് പോവുകയും ജ്യോതിശാസ്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത ആളാണ്. എന്ന് വെച്ച് ജ്യോതിഷം പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ധാരണ എനിക്കില്ല, ജ്യോതിശാസ്ത്രവും പൂർണ്ണമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയില്ല. രണ്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ജ്യോതിഷം ഞാനിപ്പം പൂർണ്ണമായും അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം എനിക്കറിയാവുന്ന ആ ആള് ജ്യോതിഷം അതിഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഒരിക്കല് ഒരു വ്യക്തിയുടെ കുടുംബത്തില് ഒരു ദുർമരണം സംഭവിച്ചു. അപ്പോ ആ ആളിന്റെ പേര് ഇപ്പൊ ഞാൻ പറയുകയാണ്, രാമഭദ്രൻ എന്നാണ് എന്ന് വിചാരിക്കുക. രാമഭദ്രന്റെ മകള് മരിച്ചുപോകും. 32 വയസ്സുള്ള കുട്ടിയാണ്, കല്യാണം കഴിച്ച് കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആകെ വിഷമത്തിലായിട്ട് ഈ രാമഭദ്രൻ ഒരു ദിവസം എന്നെ കൂടി കണ്ടിട്ട് എന്നെയും കൂടെ വിളിച്ച് നമുക്കൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോകണം എന്നും പറഞ്ഞുകൊണ്ട് വളരെ ദൂരെയുള്ള ഒരു ജ്യോത്സ്യന്റെ വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലുകയാണ്. ഈ മരിച്ചുപോയ കുട്ടിയുടെ ജാതകവും ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്ന് ഞങ്ങളുടെ ടേൺ ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ജ്യോത്സ്യനെ കാണാൻ കയറി. അപ്പോൾ ജ്യോത്സ്യന്റെ കയ്യിൽ ഈ ജാതകം കൊടുത്തു. അപ്പോൾ ജ്യോത്സ്യൻ ഇതെല്ലാം വാങ്ങിച്ച് നോക്കിയതിന് ശേഷം ജ്യോത്സ്യൻ ആദ്യം പറയുന്നത്, ഈ ജാതകത്തിന്റെ ഉടമ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് ജ്യോത്സ്യൻ പറയുന്നത്. മാത്രമല്ല ഇത് നിങ്ങൾ ഈ ആള് മരിച്ചത് കൊണ്ട് നിങ്ങൾ യാതൊരു വിധമായിട്ടുള്ള വിഷമവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഉള്ള ദോഷങ്ങൾ കൊണ്ടല്ല ഈ കുട്ടി മരിച്ചത്. കാര്യം ഈ കുട്ടിയുടെ ജാതകത്തിൽ ഇതിന് ഇത്ര മാത്രം ആയുസേ പറയുന്നുള്ളൂ. കുടുംബത്തിന്റെ മറ്റ് യാതൊരു പോയിന്റുമായിട്ടും ഇതിനെ നിങ്ങൾ ലിങ്ക് ചെയ്യണ്ട എന്ന് നമ്മൾ അങ്ങോട്ടൊന്നും പറയാതെ ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ സത്യത്തില് ഞാനും ഇത് കേട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഇയാൾക്ക് ഇത് ഇത്രയും ദൂരെ ഇരിക്കുന്ന ഈ ആള് ഈ തലക്കുറി മാത്രം നോക്കി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് പറയേണ്ട ഒരു ആവശ്യം വന്നില്ല. പുള്ളി ചോദിച്ചു, തൃപ്തിയായോ എന്ന് ചോദിച്ചു. ഉടനെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, തൃപ്തിയായി, ഞാൻ ഇത് അറിയുന്നതിന് വേണ്ടിയാണ് വന്നത്, എനിക്ക് വളരെ മനപ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആയുസെത്തി മരിച്ച ആളാണ് എന്നറിഞ്ഞതുകൊണ്ട് അതുപോലെ മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാന്നും ഇപ്പൊ നേരിട്ട് ഞങ്ങളെ പറ്റി ഒന്നും അറിയാതെ അങ്ങ് ഇത് പറഞ്ഞത് കാരണം എനിക്ക് സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ടാണ് ആള് തിരികെ ഇറങ്ങിപ്പോകുന്നത്. ആ ആള് ദക്ഷിണ കയ്യിൽ വാങ്ങിക്കുന്ന ആളല്ല. ഒരു തുക വേണമെങ്കിൽ അവിടെ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ അതിനകത്ത് പൈസ ഇടാം, നമുക്ക് തിരിച്ചു പോരാം. പക്ഷെ പൈസ ഇടാതെ നമുക്ക് വരാൻ പറ്റില്ല. കാര്യം നമ്മൾ ചെന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും അതുപോലെ നമുക്ക് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുകയും ലഭിച്ചതുകൊണ്ട് എൻ്റെ കൂടെ വന്ന ആള് അതിൽ ആരും ആവശ്യപ്പെടാതെ തന്നെ ഒരു തുക ഇട്ടിട്ടാണ്, ദക്ഷിണ സങ്കല്പിച്ച് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ ചിലരുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 100% തെറ്റിപ്പോകുന്ന എത്രയോ പ്രഡിക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കിതിനെ പൂർണ്ണമായും തള്ളിക്കളയാനോ അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വിശ്വസിക്കാനോ നമുക്ക് സാധിക്കാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇച്ചിരി ട്രാക്ക് മാറി സംസാരിച്ചത് ഈ ജ്യോതിഷത്തെക്കുറിച്ചും ഈ പറഞ്ഞ രാഹുകാലത്തെക്കുറിച്ചും ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ മറ്റൊരു ഫിക്ഷ്യസ് തലത്തിലേക്ക് പോയത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് വേണമെങ്കിൽ കടക്കാം. അതായത് ഈ സൂര്യസിദ്ധാന്തവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള തിയറിറ്റിക്കൽ സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് കടന്നു പോകാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് തീരുമാനിച്ച് പറഞ്ഞാൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് ഒരു പ്രാവശ്യം കൂടി ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ എന്നാലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്ത് വേണമെന്ന്
ഹരീഷ മാഷ് പറയുക. മാഷേ, നിലവിലിപ്പോ ഇപ്പൊ ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന ആഴ്ച നമ്മൾ നേരിൽ കണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ സംശയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് മാഷിന് അയച്ചു കൊടുക്കാം. വരുന്ന ക്ലാസ്സിൽ അത് നിവർത്തിക്കുകയും ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും സംശയം ഇപ്പൊ തന്നെ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എനിക്കൊരു ചുമയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ. അയ്യോ, എന്നാ കുഴപ്പമില്ല. എന്നാ നമുക്ക് അടുത്ത ആഴ്ച എന്റെ വീടിന്റെ അറിയിച്ചോളാം. ഒരു ചെറിയ എക്സ്റ്റൻഷൻ വർക്ക് നടക്കുകയാണ്. അപ്പോഴ് ശരി. എല്ലാം ഇടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്യാൻ ഇവിടെ എല്ലാം പൊടിയാണ്. അപ്പൊ പൊടി 2 ദിവസമായിട്ട് പൊടി അടിച്ചിട്ട് ഒരു ചെറിയൊരു അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു തന്നോളാം സംശയങ്ങൾ, കഴിഞ്ഞ തവണത്തെ പോലെ. അപ്പൊ എല്ലാവരും, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമുക്കിപ്പം ഇതിനകത്ത് നിന്ന് എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് കാരണം ആരൊക്കെ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയൊന്നുമില്ല. പക്ഷെ ഈ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങൾ അവർ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ പിന്നീട്? തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യുന്നതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കുകയാണ് പതിവ്. അപ്പൊ എല്ലാവരും കാണുന്നുണ്ട്. വീഡിയോ ഓഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും തന്നെ ശ്രവിക്കാറുമുണ്ട്. പിറ്റേ ദിവസം പറയാറുണ്ട്, കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോ ഇച്ചിരി കൂടെ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അത് ചോദിക്കാം, നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് വിശദമാക്കിയതിന് ശേഷം വേണം മുന്നോട്ട് പോകാം. ആവട്ടെ, ഞാൻ എന്തായാലും അവരോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ അറിയിച്ചോളാം. ഓക്കെ, ശരി. ഇന്നത്തെ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. അങ്ങനെ ആവട്ടെ. ശരി. എല്ലാവർക്കും ഇത്രയും നേരം ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഓക്കെ, നമസ്തേ മാഷേ. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം.